ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഹോണ്ട സിവിക് 2010 മോഡലാണ്. ഇത് പെട്രോൾ വേരിയൻ്റ് ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഹാർഡും അതുപോലെ തന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി റൈസിങ്ങും ക്ലച്ച് ചവിട്ടുമ്പോൾ ഒരു സൗണ്ടുമാണ്. ഈ മൂന്ന് കാര്യത്തിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് നമ്മൾ ക്ലച്ച് ഇളക്കി നോക്കിയപ്പോൾ ക്ലച്ച് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോർക്ക് ലിവർ ഒരു ഗ്രീസൊന്നും ഇല്ലാതെ നല്ല ഹമ്മിങ് നോയ്സ് ഉണ്ടായിരുന്നു. നല്ല ചവിട്ടുമ്പോൾ ഒരു കരകര സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഫോർക്ക് ലിവറിൽ നിന്ന് വരുന്ന ഗ്രീസിൻ്റെ അംശം കുറവാണ്. റിലീസ് ബെയറിംഗ് പോയിട്ടുണ്ട്, ക്ലച്ച് തീർന്ന് മൊട്ടമായി റിവേറ്റ് പിടിക്കുന്ന ഒരു അവസ്ഥയായിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഹോണ്ട സിവിക് 2010 മോഡൽ 1.8 ആണ്. അത്യാവശ്യം നല്ല പവറുള്ള റെയർ വണ്ടിയാണ്. ഹോണ്ടയ്ക്ക് റെയറായിട്ട് വരുന്ന ഒരു വണ്ടിയാണ്. അപ്പം സ്പെയറൊക്കെ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ ക്ലച്ചിളക്കി നെടുമങ്ങാട് ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ സാധനം കിട്ടിയില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ല മൊത്തം നമ്മൾ അന്വേഷിച്ചപ്പോഴും സാധനം സ്റ്റോക്കില്ല, ഓർഡർ ചെയ്ത് എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തു. എറണാകുളത്ത് നിന്ന് ഓർഡർ ചെയ്തു. പിറ്റേ ദിവസം നമുക്ക് സാധനം കിട്ടി. ക്ലച്ച് മാറുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് അറിയാമല്ലോ. ക്ലച്ചിൻ്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി ചെയ്താണ് പോകുന്നത്. ഇതിൻ്റെ റിലീസ് ബെയറിംഗ് അതുപോലെ തന്നെ സ്ലാബ് സിലിണ്ടർ നമുക്ക് പുറമേ വരുന്നതുകൊണ്ട് പുറമേ മാറാം. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. റിലീസ് ബെയറിംഗ്, ഗിയർ ബോക്സ് ഓയിൽ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനോടൊപ്പം നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ക്ലച്ചിൻ്റെ അവസ്ഥ കാര്യങ്ങളെല്ലാം നോക്കാം. ക്ലച്ച് നമ്മൾ ഇളക്കി ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്നതാണ് ഹോണ്ട സിവിക്കിൻ്റെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ 4 സിലിണ്ടർ ഇൻലൈൻ വാട്ടർ കൂൾഡ് എഞ്ചിനാണ്. അപ്പോൾ ഇതിൽ 1.8 ആണ്. അപ്പം 1800 cc ഈ ഒരു വാഹനം നല്ല പവറിൽ വാഹനം ഓടി കയറും എന്നുള്ളതാണ്. പക്ഷേ മൈലേജ് അത്രത്തോളം പ്രതീക്ഷിക്കേണ്ട, മൈലേജ് കുറവായിരിക്കും. പിന്നെ അത്രത്തോളം നമ്മൾ ഏറപ്പിക്കുമ്പോൾ ക്ലച്ചിൽ കാല് വെച്ച് കഴിഞ്ഞാൽ അപ്പം വണ്ടി റൈസായി ക്ലച്ച് തീരുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പം ക്ലച്ചിൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് ഊരി സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതായി കാണുന്ന ഗിയർ ബോക്സാണ്, ഫൗണ്ടേഷൻ ഊരി. അപ്പോൾ ഇതിൽ ക്രോസ് ബാറൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് ഇളക്കാനും കുറച്ച് താമസം എടുക്കും. അങ്ങനെ റാമ്പിലിട്ട് നമ്മൾ വർക്ക് തുടങ്ങിയായിരുന്നു. ഗിയർ ബോക്സും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഈ കാണുന്ന എഞ്ചിനാണ് ഈ കാണുന്നത്. എഞ്ചിനിലെ ഗിയർ ബോക്സ് ഒരു സൈഡിലോട്ട് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്, ഈ ഒരു ക്രോസ് ബാറിലോട്ട്. അപ്പോൾ നമുക്ക് ഗിയർ ബോക്സ് വെളിയിൽ എടുക്കണമെങ്കിൽ ഈ ക്രോസ് ബാർ കംപ്ലീറ്റ് ആയിട്ട് ഇളക്കണം. നമുക്ക് സ്റ്റീറിംഗ് ബോക്സ് ഇളക്കണം എന്ന് വെച്ചാൽ ഫ്രണ്ട് മൊത്തം പൊളിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു ഹോണ്ട സിവിക്കിന് ഗിയർ ബോക്സ് വെളിയെടുക്കണമെങ്കിൽ. പക്ഷേ നമുക്ക് ഈ റാമ്പിലിട്ട് ചെയ്യുന്നത് കൊണ്ട് ഗിയർ ബോക്സ് ഈ ക്രോസ് ബാറിൻ്റെ ബാക്കിലോട്ട് നമുക്ക് നീക്കി വെക്കാം എന്നുള്ളതാണ്. ഈ കാണുന്ന ഫ്ലൈ വീൽ കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഫ്ലൈ വീലും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഗിയർ ബോക്സിനകത്തൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലച്ചിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കണ്ടേ. ക്ലച്ച് മാറണമെങ്കിൽ നമ്മൾ സാധാരണ കാണുന്നത് പോലെ തന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. അപ്പോൾ എഞ്ചിനിലെ ഒരു സൈഡിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് ആക്സിൽ നമുക്ക് ലോവർ ആം, ലിങ്ക് റോഡ്, അതുപോലെ തന്നെ ടയർ റോഡിൻ്റെ ഇത്രയും കാര്യങ്ങൾ ഇളക്കണം. ചുറ്റുപോയിട്ട് ഫൗണ്ടേഷൻ, ഗിയർ ബോക്സ് ഓയിൽ, ഗിയറിൻ്റെ കേബിളുകൾ, എല്ലാ കാര്യങ്ങളും ഇളക്കിയാൽ മാത്രമേ ഇത് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ക്ലച്ച് ഈ ഗിയർ ബോക്സും എഞ്ചിൻ്റെ ഇടയിലാണ് ക്ലച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ലാബ് സിലിണ്ടറാണ് ഈ കാണുന്നത്. സ്ലാബ് സിലിണ്ടർ ഇടയ്ക്ക് വെച്ച് കസ്റ്റമർ മാറ്റിയതാണ്. വേറെ കംപ്ലൈൻ്റ് ഒന്നും സ്ലാബ് സിലിണ്ടറിൽ കാണുന്നില്ല. ഇതായി കാണുന്ന സ്ലാബ് സിലിണ്ടർ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ കംപ്ലൈൻറ്റ് വണ്ടി റൈസിങ്ങും അതുപോലെ തന്നെ ഇത് ക്ലച്ച് ടൈറ്റും ക്ലച്ച് ചവിട്ടുമ്പോൾ ഒരു നോയ്സ് ഉണ്ട്, അതും ആണ് ഇതിൻ്റെ വിഷയം. അപ്പോൾ നമ്മൾ തീർന്ന ക്ലച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ക്ലച്ച് ഡിസ്ക് എന്ന് പറയുമ്പോൾ. XCD കമ്പനിയാണ് ഇതിൽ വരുന്നത്. ക്ലച്ച് റിവേറ്റ് പിടിച്ച് തീർന്ന അവസ്ഥയാണ് കേട്ടോ. റിവേറ്റ് പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് തീർന്നത് കൊണ്ടാണ് റിവേറ്റ് പിടിക്കുന്നത്. റിവേറ്റ് പ്രഷർ പ്ലേറ്റുമായിട്ട് പിടിച്ച് ഇതിൻ്റെ കളർ വരെ മാറിപ്പോയിട്ടുണ്ട്. ക്ലച്ചിൽ പുളവ് വീണിട്ടുണ്ട്. ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ വൈബ്രേഷൻ ഉണ്ടായിരുന്നു. ഒരു 40-60 കിലോമീറ്റർ സ്പീഡ് കഴിയുമ്പോൾ ഈ ക്ലച്ച് ഡിസ്ക് ഫ്രീ ആയിട്ട് കിടന്ന് കറങ്ങുന്ന ഒരവസ്ഥ. അങ്ങനെ വരുമ്പോൾ വണ്ടി റൈസിങ് മാത്രമേ ഉള്ളൂ. വീലിലോട്ട് ഡ്രൈവ് കൊടുക്കാതെ വണ്ടി റൈസിങ് മാത്രം ഉണ്ടാവും. അപ്പോൾ ക്ലച്ച് തീർന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ക്ലച്ചിൻ്റെ തിക്നെസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്ലച്ച് താങ്ങുന്ന സമയത്ത് ഈ ഒരു ലൈനർ പൊട്ടി ഇളകി പോകുന്ന ഒരവസ്ഥയാണ്. ഇതാണ്ടോ, പൊട്ടുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ തീർന്നത് കൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ റിലീസ് ബെയറിംഗ് നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ നല്ല നോയ്സ് ഉണ്ട് കണ്ടോ. എപ്പോൾ നമ്മൾ ക്ലച്ച് മാറിയാലും റിലീസ് ബെയറിംഗ് മാറണം. ഇത് മാറാതെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റിലീസ് ബെയറിംഗ് സൗണ്ടായി കംപ്ലൈൻ്റായി ഗിയർ ടൈറ്റൊക്കെ വരുമ്പോൾ വീണ്ടും ഇതുപോലെ ഗിയർ ബോക്സ് ഇറക്കിയാൽ മാത്രമേ റിലീസ് ബെയറിംഗ് മാറാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാറ്റി വിടുന്നതായിരിക്കും എല്ലാ വാഹനത്തിനും. അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റ്, ഈ ഒരു റിവേറ്റ് ഉണ്ട്. ഈ റിവേറ്റ് ഈ ഭാഗത്ത് പിടിക്കുമ്പോഴാണ് ഇത് മൊത്തം ഫേസിങ് കട്ടാവുന്നത്, ക്ലച്ച് ഫേസിങ് പോകുന്നത് കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഫിംഗർ ടൈറ്റാണ്, നല്ല ഹാർഡാണ്. അതെല്ലാം നമുക്ക് പരിഹരിക്കാനായി ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും അതുപോലെ തന്നെ റിലീസ് ബെയറിങ്ങും നമ്മൾ ഓർഡർ ചെയ്ത് XCD എന്ന് പറയുന്ന കമ്പനി എടുത്തിട്ടുണ്ട്. ക്ലച്ച് കിറ്റ് ഇത് ജപ്പാൻ കമ്പനിയാണ്. റിലീസ് ബെയറിംഗ് എടുത്തിട്ടുണ്ട്. ഇത് സെയിം ആണ് കേട്ടോ. നമ്മൾ എടുത്ത് വെച്ച് നോക്കിയായിരുന്നു, എല്ലാം കറക്റ്റാണ്. ഈ കാണുന്നതാണ് റിലീസ് ബെയറിംഗ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഈ റിലീസ് ബെയറിങ്ങും. അതുപോലെ തന്നെ ഇതിൽ കിടന്നിരുന്ന അതേ ക്ലച്ചാണ് നമുക്ക് കിട്ടിയത് XCD. അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ. ഇത്രയും തിക്നെസ് വരും പുതിയ ക്ലച്ച് ഡിസ്കിന്. പഴയ ക്ലച്ച് ഡിസ്കിന് തിക്നെസ് കുറയും, ഓടും തോറും തിക്നെസ് കുറയും. അതുപോലെ തന്നെ റിവേറ്റ് അകത്തോട്ട് കയറിയിരിക്കും.
പുതിയ ക്ലച്ച് ഡിസ്ക്. ഇത് തീർന്നു വരുമ്പോൾ റിവേറ്റ് പുറത്തോട്ടാവും, പ്രഷർ പ്ലേറ്റുമായിട്ട് പിടിക്കും, വണ്ടി റൈസിങ് ആവും. അപ്പോൾ നമ്മൾ പാർട്ട് നമ്പറും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്. ഈ കാണുന്നതാണ് പ്രഷർ പ്ലേറ്റ്. ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും ഒരുമിച്ചാണ് വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ പ്ലേറ്റിൻ്റെ ഈ ഒരു ഫേസിങ് ഉണ്ടോ, നല്ല സ്മൂത്തായിരിക്കും പുതിയത്. ക്ലച്ച് വണ്ടി കാലെടുക്കുമ്പോൾ വണ്ടി ഒഴുകി പോകും പോലെ നല്ല സ്മൂത്തായിട്ട് ഒഴുകി പോകും. അപ്പോൾ ക്ലച്ച് മാറുമ്പോൾ പ്രഷർ പ്ലേറ്റും സെറ്റായിട്ടാണ് മാറാൻ നോക്കണം. ക്ലച്ച് ഡിസ്ക് മാത്രമായിട്ട് മാറാൻ നോക്കരുത്. അത് ഗിയർ ടൈറ്റും വണ്ടി സ്മൂത്ത്നെസ് കുറയും, ലൈഫും കുറയും. അപ്പോൾ സെറ്റായിട്ട് മാറാൻ നോക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഫിംഗർ നല്ല സ്മൂത്തായിരിക്കും ഈ ക്ലച്ച് ചവിട്ടാനായിട്ട്. അപ്പോൾ XCD മേഡ് ഇൻ ജപ്പാൻ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. റിലീസ് ബെയറിംഗും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗിയർ ബോക്സ് ഒഴിച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ വാഹനത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ക്ലച്ച് ഡിസ്ക്, റിലീസ് ബെയറിംഗും കൂടി ചേർത്ത്, പ്രഷർ പ്ലേറ്റും കൂടി ചേർത്ത്. ഇത്രയും കാര്യങ്ങളാണ്. അങ്ങനെ വാഹനത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. നമ്മുടെ വാഹനം ഒരു 10 കിലോമീറ്റർ വണ്ടി ഓടിച്ച് നോക്കി. വണ്ടി നല്ല ക്ലച്ച് സ്മൂത്തായിട്ടുണ്ട്. നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എയർ ഫിൽറ്റർ, ബാറ്ററി, ഗിയർ ബോക്സ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ക്ലച്ച് സെൻറ്റർ ചെയ്ത് സെറ്റ് ചെയ്തു. റിലീസ് ബെയറിംഗ് ഓക്കെയാണ്. ഗിയർ ബോക്സ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഓയിൽ ഒഴിച്ച് ഓയിൽ ഫിൽറ്ററായി, എയർ ഫിൽറ്ററായി എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗിയർ ബോക്സ് എന്ന് പറഞ്ഞത് ഈ ഒരു ഗിയർ ബോക്സാണ്. എല്ലാ ചുറ്റുബോൾട്ടും സ്ലാബ് സിലിണ്ടർ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഒന്ന് ക്ലച്ച് ഒന്ന് ചവിട്ടാമോ? ഇതാ ഈ രീതിയാണ്. ഹോണ്ട അമേസ്, അതുപോലെ തന്നെ സിവിക്ക്, ഹോണ്ട സിറ്റി, ഇതൊക്കെ വരുമ്പോൾ ഈ ഒരു രീതിയാണ് കേട്ടോ. ചവിട്ടുമ്പോൾ അത് സ്ലാബ് സിലിണ്ടർ മുമ്പോട്ട് പോയി ഫോർക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ക്ലച്ചിൻ്റെ രീതി. ക്ലച്ച് ചവിട്ടുമ്പോൾ ക്ലച്ച് ഡിസ്ക് ഫ്രീ ആവും, ഗിയർ സ്മൂത്ത് ആവും, ഗിയർ വീഴും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ആക്സിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ആക്സിൽ ലീക്കൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. രണ്ട് സൈഡും നമ്മൾ ചെക്ക് ചെയ്തു. സസ്പെൻഷൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ക്ലച്ചൊക്കെ നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി വാഹനം ഗിയർ ഇട്ടൊന്ന് കാണിക്കാം എങ്ങനെയാണെന്നോ. അങ്ങനെ നമ്മൾ ഹോണ്ട സിവിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഗിയറൊക്കെ ഇട്ട് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഈ വാഹനത്തിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,13,982 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്, ഹോണ്ട സിവിക്ക്. അപ്പോൾ ക്ലച്ച് ചവിട്ടാൻ നേരത്ത് നല്ല സ്മൂത്തായിട്ടുണ്ട്, നല്ല ഫ്രീ ആണ് ക്ലച്ച്. നമുക്ക് ഒരു വിരൽ വേണോ നമുക്ക് ക്ലച്ച് ചവിട്ടാം എന്നുള്ളതാണ് കേട്ടോ. അത്രയ്ക്ക് ഫ്രീ ആണ് ക്ലച്ച്, നല്ല ഫ്രീ ആണ്. ഇനി നമുക്ക് ഈ ഒരു വിരലിൽ ഒന്ന് ക്ലച്ച് ചവിട്ടി ഗിയറൊക്കെ ഇട്ടത് കാണിച്ചു തരാം. ഇപ്പോൾ ക്ലച്ച് ചവിട്ടി ഗിയറൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്താണ്. എല്ലാ ഗിയറും നല്ല സ്മൂത്തായിട്ടുണ്ട്. ക്ലച്ച് ചവിട്ടുമ്പോൾ ആ നോയ്സ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയർ നല്ല സ്മൂത്തായി. വാഹനം കുറച്ചുകൂടി പുള്ളിങ് ആയിട്ടുണ്ട്. റൈസിങ് മാറിയിട്ടുണ്ട്. ക്ലച്ചിൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്. അപ്പോൾ വാഹനം ഇനി കസ്റ്റമറിന് കൊടുക്കുന്നതായിരിക്കും. വാഹനത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറന്നുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ അമർത്തിക്കുള്ളൂ. ഇതുപോലുള്ള മെക്കാനിക് വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും, ഉപകാരപ്രദവുമായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.